അപ്പോഴേ ഇന്നിപ്പോൾ മക്കളെ സ്കൂളിൽ നോമ്പ് തുറയാണ് കേട്ടോ, ഇഫ്താർ മീറ്റ്. അപ്പോൾ പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. വൈകുന്നേരമാണ് 6 മണിയാകുമ്പോഴത്തേന് സ്കൂളിലെത്താൻ പറഞ്ഞത്. നമ്മൾ PTA MTA മെമ്പേഴ്സും സ്കൂളിലെ സ്റ്റാഫ് പിന്നെ കുട്ടികൾ എന്നുള്ള രീതിയിലാട്ടോ. അപ്പം എല്ലാവരും കൂടെ പോവാണ്. ഞാനും അമ്മണിയും കിങ്ങിണിയും പിന്നെ കസിൻ്റെ മോളുണ്ട്, ഓള്. അങ്ങനെ ബസ് നിറച്ചും സ്കൂളിലേക്കുള്ള കുട്ടികൾ തന്നെ ആയിട്ടുണ്ടായിരുന്നത്. നല്ല മഴക്കാറുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ കേട്ടോ. മഴ പെയ്യൂല എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കണ പോലെ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ മാഷുമാരും PTA അംഗങ്ങളൊക്കെ കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ടേബിൾ കസേര ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്, അതുണ്ട്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർവത്തിൻ്റെ സ്ക്വാഷ് പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേയൊക്കെ അവിടെ നടന്നു. പിന്നെ ചില്ലറ പണികൾ എന്ന് പറയില്ല, വെള്ളം എടുത്ത് വയ്ക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ കുറേശ്ശെ ചെയ്തിട്ടോ. പിന്നെ നമ്മൾ പ്ലേറ്റ് ഗ്ലാസ്സും ഒക്കെ അങ്ങനെ നിരത്തി വെച്ചു. കുട്ടികളൊക്കെ വന്നപ്പോൾ ജസ്റ്റ് അറേഞ്ച് ചെയ്തൊക്കെ ചെയ്ത് ഇരുത്താനും എല്ലാത്തിനും കൂടെ എല്ലാവരും കൂടിയിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാ മെമ്പേഴ്സും കൂടെ ഒരുമിച്ച് അതിനെ കൊണ്ട് തന്നെ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് പരിപാടി ഉഷാറായിട്ട് കഴിച്ചിട്ടോ. പിന്നെ മഴയും നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറി തന്ന പോലെയായിരുന്നു. പിന്നെ അങ്ങനെ 7ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഇഫ്താറാണ് കേട്ടോ. 7ാം ക്ലാസ്സിന് ഇവർ പോവല്ലേ, 7ാം ക്ലാസ് വരെ ഉള്ളൂ കേട്ടോ ഈ സ്കൂളിൽ. അപ്പോൾ ഇത്രയും കുട്ടികളുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ഇരുന്ന് ഫുള്ള് കുട്ടികളാട്ടോ. പേരൻസോ അല്ലെങ്കിൽ മെമ്പേഴ്സോ സ്കൂളിലെ സ്റ്റാഫോ ഒന്നും ഇരുന്നിട്ടില്ല. പിന്നെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഗസ്റ്റും വേറെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബിരിയാണിയും കൂടെ വിളമ്പി വെക്കാൻ. ബിരിയാണി ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അസാധ്യ ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. സത്യം പറയാം, ഞാൻ ബിരിയാണി റൈസ് കുറച്ചേ കഴിച്ചുള്ളൂ, പക്ഷേ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടി ഒരു 7:30 കൂടിയിട്ടാട്ടോ അവസാനിക്കണത്.